നമുക്ക് വേറെ ഒരു വീഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെ, എല്ലാവർക്കും അറിയാവുന്നതാണ് മീൻകറി ഉണ്ടാക്കുന്നത്, എന്നാലും ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ആദ്യമായിട്ട് ചീഞ്ചട്ടി വെച്ചു, അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അതിനുശേഷം ഞാനാണെങ്കിൽ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുവാണേ. അവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടി അപ്പം നമ്മൾ നല്ലതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ജസ്റ്റ് അരിഞ്ഞിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തായിരുന്നു മിക്സിക്കകത്ത് വെച്ച്. അതൊന്ന് ജസ്റ്റ് ഇട്ടൊന്ന് മൂക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാമേ. ഇച്ചിരൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ ഞാനാണെങ്കിൽ ഇച്ചിരി പുളിയുടെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇച്ചിരി ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് പുളിവെള്ളത്തിൽ ഇച്ചിരി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പോൾ രണ്ടും കൂടെ ഇട്ട് പൊടിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് വന്നതാണ്. നിങ്ങൾക്ക് കാശ്മീരി മുളകാണെങ്കിൽ കൂടുതലിടാം. മുളകിൻ്റെ ഇതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമേ. അപ്പം ഞാൻ ഇതായോട് ഇവിടെ സാധാരണ ഇച്ചിരി എരി കൂടുതൽ വേണം, അതുകൊണ്ട് ഇച്ചിരി ഏറെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചിടാം കേട്ടോ. നമ്മുടെ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മണം വരുന്നുണ്ട്. അന്നേരം ഇച്ചിരി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കും. വെള്ളം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പുളിയും അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുളക് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇത് ഒരു ഒഫീഷ്യൽ മുളക് പൊടിയൊന്നുമല്ല, മീൻ കറിയൊന്നുമല്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ എണ്ണ പൊങ്ങി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ എണ്ണ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് വേണമെങ്കിൽ നേരത്തെ ഇടാം കേട്ടോ, പക്ഷെ ഞാനിപ്പോൾ അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഉപ്പ് മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് എണ്ണ ഓൾറെഡി പൊങ്ങി വന്നാൽ ഇനി നമ്മളിത് മീനിനകത്തോട്ട് ഇടുവാണേ, അതും വെള്ളവും കൂടെ. അത് കുറച്ച് വെള്ളവും കൂടെ മീനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ആവശ്യത്തിന് വെള്ളം അനുസരിച്ച്, ചാറനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ മീൻകറി വെള്ളവും എല്ലാം ഒഴിച്ച് ഇങ്ങനെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിനി തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുവാണേ. അപ്പോൾ ഇപ്പം നമുക്ക് ഉപ്പും മുളകും ഒക്കെ നോക്കാം കറക്റ്റാണോന്ന്. ഉപ്പ് കറക്റ്റ്, ഇപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിന് കറക്റ്റാണോന്ന്. മുളകും നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വെള്ളം നോക്കുമ്പോൾ അറിയാമല്ലോ. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട, വേറെ ഒരു പാത്രത്തിലെടുത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി ഇടാവുന്ന കേട്ടോ. ഇതിപ്പം കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്, ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ മീൻകറി നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമുക്കിച്ചിരി വെളിച്ചെണ്ണ തേകി ഇച്ചിരി കായവും ഇട്ട് കൊടുക്കാമേ. അപ്പോൾ നല്ലൊരു മണം വരും. എല്ലാവരും ഇടുമോയെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ മീൻ തിളച്ച് വരുമ്പോൾ ഇച്ചിരി കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു നല്ലൊരു മണം വരുവേ. ചിലർ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. എൻ്റെ മമ്മിയൊക്കെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാമേ. വേണമെങ്കിൽ ഓപ്ഷനിലാണ്, കായവും ഓപ്ഷനിലാണ്. നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി കരിയാപ്പലയും ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻകറി നമുക്ക് നല്ല ചൂട് ചോറിനോടൊപ്പം നമുക്ക് വിളമ്പാമേ. പിന്നെ ഇത് കൂമ്പ് തോരനാണേ. കൂമ്പ് കിട്ടിയായിരുന്നേ. അപ്പോൾ കൂമ്പ് വെച്ച് നമ്മൾ തോരനുണ്ടാക്കി. കൂമ്പ് തോരൻ, മോര്, നമ്മുടെ മീൻകറിയും കൂടെ ഒഴിക്കുവാണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.